കോഹ്ലി അവസാനമായി ഡൽഹി ടീമിന് വേണ്ടി രഞ്ജി ട്രോഫി കളിക്കാൻ ഇറങ്ങുമ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൽ കളിക്കുന്നുണ്ട്. MS ധോണി അന്ന് ഇന്ത്യൻ ക്യാപ്റ്റനാണ്. യുഗങ്ങൾക്കപ്പുറം എന്ന് പണ്ട് കഥാപ്രസംഗക്കാർ പറയുന്നത് പോലെ തോന്നുന്നുണ്ടല്ലേ? 12 വർഷം മുമ്പായിരുന്നു അത്. രഞ്ജി ട്രോഫി മത്സരങ്ങൾ രാജ്യത്തെ ഏത് സ്റ്റേഡിയത്തിൽ നടത്തിയാലും പ്രവേശനം സൗജന്യമാണ്. പക്ഷെ ആളൊഴിഞ്ഞ ഗാലറിക്ക് മുന്നിലാണ് ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിലെ ഇരട്ട സെഞ്ചുറികളും 10 വിക്കറ്റ് നേട്ടങ്ങളുമൊക്കെ പതിവായി പിറന്നു വീഴുന്നതും. ഇത്തവണ അതിനൊരു മാറ്റം കാണാം ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ. അതെ, ആ പഴയ ഫിറോസ് ഷാ കോട്ട്ല മൈതാനത്ത് സമകാലിക ക്രിക്കറ്റിലെ ഏറ്റവും വലിയ സൂപ്പർ താരം കളിക്കാൻ ഇറങ്ങുന്നുണ്ട്. കളി തുടങ്ങുന്നതിന് തലേന്ന് തന്നെ വിരാട് കോഹ്ലി പരിശീലനത്തിന് ഇറങ്ങുന്ന സമയം അന്വേഷിച്ചറിഞ്ഞ് ചെറുതല്ലാത്ത ആൾക്കൂട്ടം ഗാലറിയെ സജീവമാക്കി കഴിഞ്ഞിരുന്നു. പല ആഭ്യന്തര മത്സരങ്ങളും തിരിഞ്ഞു പോലും നോക്കാത്ത സ്പോർട്സ് ജേർണലിസ്റ്റുകളും ഡൽഹിയുടെ നെറ്റ് പ്രാക്ടീസ് സെഷനിലേക്ക് ക്യാമറകൾ സൂം ചെയ്തു. ഡൽഹി താരങ്ങളെല്ലാം എത്തിയ ശേഷം ഏറ്റവും ഒടുവിലായി തന്റെ ബ്ലാക്ക് പോർഷെ കാറിൽ സാക്ഷാൽ വിരാട് കോഹ്ലി വന്നിറങ്ങി. മറ്റു കളിക്കാർക്കൊപ്പം ഫുട്ബോൾ തട്ടിക്കളിച്ചും തമാശ പറഞ്ഞും സ്പ്രിന്റ് ചെയ്തുമെല്ലാം കുറച്ചു സമയം. പിന്നെ ആരാധകരും ക്യാമറ കണ്ണുകളും കാത്തിരുന്ന നെറ്റ് പ്രാക്ടീസിലേക്ക്. ഓസ്ട്രേലിയൻ പര്യടനത്തിലെ 5 ടെസ്റ്റിലായി 10 ഇന്നിംഗ്സ് കളിച്ച കോഹ്ലിയുടെ സമ്പാദ്യം 191 റൺസ് മാത്രമായിരുന്നു. ആദ്യ ടെസ്റ്റിൽ നേടിയ സെഞ്ചുറി മറ്റേതോ കാലഘട്ടത്തിലായിരുന്നു എന്ന് തോന്നിക്കും വിധം തുടർന്നുള്ള ഓരോ പുറത്താക്കലുകളും. ഓഫ് സ്റ്റംപിന് പുറത്തു വരുന്ന പന്തിൽ ബാറ്റ് വയ്ക്കുന്നു, സ്ലിപ്പിൽ ക്യാച്ച് നൽകുന്നു, ഔട്ട്, റിപ്പീറ്റ്. ഈ തുടർക്കഥയ്ക്ക് ഒരന്ത്യം കാണാൻ ക്രിക്കറ്റ് പണ്ഡിതർ മുതൽ സീസണൽ ഫാൻസ് വരെ സച്ചിൻ ടെണ്ടുൽക്കറുടെ കഥ ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചു. കവർ ഡ്രൈവ് ഒഴിവാക്കി നേടിയ ആ പഴയ ഐതിഹാസിക ഇരട്ട സെഞ്ചുറിയുടെ കഥ. പക്ഷേ മിത്തോളജിക്കൽ പരിവേഷമുള്ള സച്ചിൻ ടെണ്ടുൽക്കറുടെ ആ ഇന്നിംഗ്സിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാൻ പോകുന്ന സമൃദ്ധിയൊന്നും കോഹ്ലിയുടെ ആവനാഴിയിൽ ഇല്ലെന്ന് ഉപദേശം നൽകിയവർ ഓർത്തില്ല. ഒരു ഷോട്ട് ഒഴിവാക്കിയാലും പകരം അതേ പന്തിൽ വേറെ 4 വ്യത്യസ്ത ഷോട്ടുകളെങ്കിലും കളിക്കുവാനുള്ള അമാനുഷിക പ്രതിഭ സച്ചിന് കൈമുതലായിരുന്നു. കോഹ്ലിക്ക് അതില്ലെന്ന പരിമിതി ആരാധകർ അറിഞ്ഞില്ലെങ്കിലും കോഹ്ലി തിരിച്ചറിഞ്ഞിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെ ആവണം തന്റെ ട്രേഡ് മാർക്ക് ഷോട്ടായ കവർ ഡ്രൈവ് ഉപേക്ഷിക്കാൻ അദ്ദേഹത്തിന് മനസ്സ് വരാഞ്ഞതും. പക്ഷേ രഞ്ജി ട്രോഫിയിൽ റെയിൽവേസിനെ നേരിടാനുള്ള തയ്യാറെടുപ്പിനിറങ്ങിയ കോഹ്ലിയുടെ സമീപനത്തിൽ പല മാറ്റങ്ങളും കണ്ടു. ഭാരം കുറഞ്ഞ ബാറ്റ്, സ്വതസിദ്ധമായ ഫ്രണ്ട് ഫുട്ട് ടെക്നിക്കിന് പകരം ബോധാപൂർവം ബാക്ക് ഫുട്ടിൽ കളിക്കുന്ന ശ്രമം. നെറ്റ്സിൽ ലഭ്യമായ ഏറ്റവും വേഗമുള്ള ബൗളർമാർ തന്നെ കോഹ്ലിക്കെതിരെ പന്തെറിയാൻ നിയോഗിക്കപ്പെട്ടു. നവദീപ് സെയ്നിനെ അനായാസം നേരിട്ട കോഹ്ലി സിദ്ധാർത്ഥ് ശർമ്മയ്ക്ക് മുന്നിൽ പതറുന്നതായി തോന്നിയപ്പോൾ ഡൽഹി കോച്ച് ശരൺദീപ് സിംഗിന്റെ ഇടപെടൽ. മിഡിൽ ആൻഡ് ഓഫ് സ്റ്റംപ് ഗാർഡിലേക്ക് മാറാൻ പഞ്ചാബിലെയുള്ള നിർദ്ദേശം. അതനുസരിച്ച കോഹ്ലി തുടർന്നുള്ള ഡെലിവറികൾ മനോഹരമായി മിഡിൽ ചെയ്തു. കോച്ച് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. ആരാധകർ ആർത്തു വിളിച്ചു. അവരുടെ ഓർമ്മകൾക്ക് ദൈർഘ്യം കുറവാണ്. കോഹ്ലിയുടെ ആ പ്രതാപകാലം ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് കരുതിയവർക്ക് അതൊക്കെ മറക്കാൻ രഞ്ജി ട്രോഫി ആയാലും ഒരു സെഞ്ചുറി മതിയാവും.